അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നിങ്ങൾ തമ്മിലിൽ കണ്ട പോലെ തന്നെ UAE ടാക്സി ഡ്രൈവർ പോസ്റ്റിലേക്കുള്ള ഫസ്റ്റ് ബാച്ചിലേക്കുള്ള അവസാനത്തെ വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ 2 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് എൻക്വയറീസ് വന്നു. ഒരുപാട് പേര് അതിൽ പോകാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ആർക്കെങ്കിലും അത് ആ ഒരു പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ ആ ഒരു വേക്കൻസിയിലേക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം. ബാക്കി ഡീറ്റെയിൽസ് ഇൻഷാ അല്ലാഹ് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ വാട്സപ്പിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ UAE ടാക്സി ഡ്രൈവർ പോസ്റ്റിലേക്കാണ് നമ്മൾ ആളുകളെ എടുക്കുന്നത്. UAE ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെയും UAE ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെയും അതേപോലെ തന്നെ ഇന്ത്യൻ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെയും ഒരുപോലെ പരിഗണിക്കുന്ന ഒരു വേക്കൻസിയാണ് UAE ടാക്സി ഡ്രൈവർ പോസ്റ്റിലേക്ക്. നിങ്ങൾക്ക് ഇന്ത്യൻ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ആണ് കയ്യിലുള്ളതെങ്കിൽ നിങ്ങൾ ലൈസൻസ് എടുത്തിട്ട് 2 വർഷം കഴിയുകയും 21 വയസ്സ് കഴിഞ്ഞവരുമായിരിക്കണം. ഇന്ത്യൻ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് 2 വർഷം കഴിയുക എന്ന് മാത്രമല്ല ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യം, നിങ്ങൾ വാഹനം ഓടിച്ച് എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം. ചിലപ്പോൾ ലൈസൻസ് ഒക്കെ നമുക്ക് കിട്ടും, പക്ഷേ വാഹനം ഓടിച്ച് എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണെങ്കിൽ അങ്ങനെയുള്ളവർ ദയവ് ചെയ്ത് എനിക്ക് മെസ്സേജ് അയക്കേണ്ടതില്ല. കാരണം നിങ്ങളുടെ പൈസയും ചിലവാക്കിയിട്ട് അവിടെ പോയിട്ട് വാഹനം ഓടിക്കാത്ത ഒരാളാണെങ്കിൽ വെറുതെ ഒരു കാര്യമില്ലാണ്ടായി പോവും. അതുകൊണ്ട് വാഹനം ഓടിക്കാൻ കഴിവുള്ളവനാണെങ്കിൽ, വാഹനം ഓടിച്ച് എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ മാത്രം ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. നിങ്ങൾ ഇവിടുന്ന് അവിടെ പോയിട്ട് വിസ അടിച്ച് നിങ്ങൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടാവും. ആ ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ടാക്സി ഡ്രൈവർമാർക്കുള്ള ഒരു ക്ലാസ് ഉണ്ടായിരിക്കും. ആ ക്ലാസ്സും കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വണ്ടി ഓടിക്കാൻ ടാക്സി ഡ്രൈവറായിട്ട് ജോലി ചെയ്യാവുന്നതാണ്. ഇതാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ് വരുന്നത്. ഇനി UAE ഡ്രൈവിംഗ് ലൈസൻസ്, ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് ടെസ്റ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നേരെ പോവുക, വിസ അടിക്കുക. നിങ്ങൾക്ക് ടാക്സി ഡ്രൈവർമാർക്കുള്ള ഒരു ക്ലാസ് ഉണ്ടാവും. ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലിയിൽ കയറാവുന്നതാണ്. ഇതാണ് അതിൻ്റെ പ്രൊസീജിയർ വരുന്നത്. ഇനി ഏജ് ലിമിറ്റിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ 21-നും 40-നും ഇടയിലായിരിക്കണം പ്രായം. ഇനി UAE ഡ്രൈവിംഗ് ലൈസൻസ് ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾക്ക് 21-നും 47-നും ഇടയിലായിരിക്കണം നിങ്ങളുടെ പ്രായം വേണ്ടത്. SSLC നിർബന്ധമാണ്. SSLC ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. അത്യാവശ്യം ഇംഗ്ലീഷ് നോളജും ഉണ്ടായിരിക്കണം. അത്യാവശ്യം ഭയങ്കരമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനും വായിക്കാനും പറയുന്നത് മനസ്സിലാക്കാനുള്ള കഴിവ് വേണം എന്നല്ല ഇവിടെ പറയുന്നത്. ഒരു ബേസിക് രീതിയിൽ അത്യാവശ്യം ചെറിയ രീതിയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ വായിക്കാനുള്ള അങ്ങനെയുള്ള രീതിയിലുള്ളൊരു ലാംഗ്വേജ് നിങ്ങൾക്ക് അറിയണം, നോളജ് ഉണ്ടായിരിക്കണം. ഇതാണ് ക്വാളിഫിക്കേഷൻ ഭാഗത്തേക്ക് വരുന്നത്. ഇനി സാലറി കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ ഇവിടെ കമ്മീഷൻ ബേസ്ഡ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് സാലറി കിട്ടുക. അതായത് ബേസിക് സാലറി കമ്പനി 500 ദിർഹം തരും നിങ്ങൾക്ക്. എല്ലാ മാസവും ബേസിക് സാലറി 500 ദിർഹം തരും. ഇപ്പം നമ്മൾ ഇവിടുന്ന് അവിടെ എത്തിക്കഴിഞ്ഞാൽ കമ്പനി നിങ്ങൾക്ക് ചിലവിനായിട്ട് ദിർഹം തരുന്നുണ്ട്, 500 ദിർഹം തരും. അത് ബേസിക് സാലറിയാണ്, അത് എല്ലാ മാസം തരും. കമ്മീഷനായിട്ട് നിങ്ങൾക്ക് ഒരു മാസം എങ്ങനെ പോയാലും 2000 ദിർഹത്തിന് മേലെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ കഴിയും. എങ്ങനെ പോയാലും 2000 ദിർഹം. നമ്മളറിയുന്ന ഒരുപാട് പേര് ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവരൊക്കെ ഒരു മാസം 50,000 60,000 രൂപ ഏൺ ചെയ്യുന്നവരാണ്. സുഖമായിട്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ കഴിയും. നിങ്ങൾ ടാക്സി ഒരു സ്റ്റാൻഡിൽ, ഇവിടുത്തെ മാതിരി ഒരു സ്റ്റാൻഡിൽ നിർത്തിയിട്ട് ടാക്സിയിലേക്ക് ആളെ കയറ്റാനുള്ള പരിപാടിയൊന്നുമല്ല. നമ്മുടെ ഊബർ അങ്ങനെയുള്ള വാഹനങ്ങൾ, അങ്ങനെയുള്ള കമ്പനികളെ പോലെ നിങ്ങൾക്ക് ഒരു ആപ്പ് ഉണ്ടായിരിക്കും. അതിൽ നിങ്ങൾ ആളെ കയറ്റുക, അവരെ കൊണ്ടാക്കുക, തിരിച്ചു കൊണ്ടുവരിക. ഇനി നിങ്ങൾക്ക് ഈ ആപ്പ് വഴി അല്ലാതെ നിങ്ങൾക്ക് ആളെ കയറ്റാം. അതൊക്കെ നിങ്ങളുടെ ബുദ്ധിപരമായുള്ള രീതിയിലാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത്. പരമാവധി പൈസ ഉണ്ടാക്കുക, അതിനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പരമാവധി പൈസ ഉണ്ടാക്കുക, അത് നിങ്ങളുടെ ബുദ്ധിപരമായിട്ട് നിങ്ങൾ നീങ്ങുക. അപ്പോൾ സാലറി കാര്യങ്ങൾ അങ്ങനെയാണ് വരുന്നത്. കമ്മീഷൻ ബേസ്ഡ് ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ കഴിയുക. പിന്നെ അടുത്ത കാര്യം ഫുഡും അക്കോമഡേഷനും. ഫുഡ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നില്ല. അക്കോമഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈസൻസ് എടുക്കുന്നവരെ കമ്പനി നിങ്ങൾക്ക് റൂം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈസൻസ് കിട്ടി നിങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി നിങ്ങൾക്ക് റൂം പ്രൊവൈഡ് ചെയ്യില്ല, അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തില്ല. അക്കോമഡേഷൻ നിങ്ങൾ വേറെ നോക്കണം. നിങ്ങൾക്ക് 250 ദിർഹം മുതൽ 800 ദിർഹം 1000 ദിർഹം അങ്ങോട്ട് മേലേക്ക് റൂം കിട്ടും. 8 പേരടങ്ങുന്ന ഒരു റൂമിൽ ബെഡ് സ്പേസിന് ഒരു മാസം 250 ദിർഹമാണ് ചിലവ് വരിക. അതിൽ ചിലവ് കുറഞ്ഞ രീതിയിൽ റൂം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ അറിവ് വെച്ചിട്ട് 250 ദിർഹം മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ 250 താഴെ കിട്ടും എന്ന് അറിവുള്ളവരുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ നിന്ന് മെസ്സേജ് അയച്ചോളൂ. പലർക്കും ഉപകാരപ്പെടും നിങ്ങളുടെ കമൻറ്റ്. അപ്പോൾ ഒട്ടുമിക്ക കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി താല്പര്യമുള്ളവരുണ്ടെങ്കിൽ, കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ 95 39 12 80 62 എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുകയോ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതേപോലെ തന്നെ കമൻറ്റ് സെക്ഷനിൽ ഞാനൊരു വീഡിയോയുടെ ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ വീഡിയോ മുഴുവനായിട്ട് കാണുകയോ ചെയ്താൽ മതി. ആ ഒരു വേക്കൻസിയെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി വീഡിയോ കാണാൻ നേരമില്ലെങ്കിൽ ദയവേത് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ വാട്സപ്പിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും.